വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വേറെ ഒന്നുമില്ല, രണ്ട് വാക്കുകൾ ജബ് തബ്. ഇത് എവിടെയെല്ലാം ഉപയോഗിക്കുന്നതെന്നാണ് കേട്ടോ. ഇതെങ്ങനെയാണ് സംസാരത്തിൽ കൊണ്ടുവരുന്നത്, എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ശരി. ഇപ്പൊ ഞാൻ പറയുവാണ്, ജബ് തും മേരെ പാസ് ആവുകെ തബ് വോ മേ ദേ ദൂംഗാ. ഞാൻ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയാം, ഹാ ജബ് തും മേരെ പാസ് ആവുകെ തബ് വോ മേ ദേ ദൂംഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോഴാണോ എൻ്റെ അടുത്ത് വരുന്നത്, ജബ് തും മേരെ പാസ് ആവോ എപ്പോഴാണോ വരുന്നത്, തബ് അപ്പോൾ, മേ വോ ദേ ദൂംഗാ ഞാൻ അത് തരാം. മനസ്സിലായോ? അതാണ് ജബ് തബ്. ഓക്കെ, ഇനി നമ്മൾ കേൾക്കുന്നതാണ് ജബ് തക് തബ് തക്. ജബ് തക് തബ് തക് അതെങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറയണേ, ജബ് തക് മേ നെയ് ആവുക തബ് തക് തും യഹി റഹന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജബ് തക് എപ്പോൾ വരെ മേ നഹി ആവുക, ഞാൻ മേ നഹി ആവുകി ഞാൻ എപ്പോൾ വരെ വരില്ല, തബ് തക് അതുവരെ തും ആപ് യഹി റഹന താങ്കൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അതാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ जब तक मैं स्टेशन पहुंचा तब तक ट्रेन चली गई थी എന്ന് വെച്ചാൽ, ജബ് തക് मैं സ്റ്റേഷൻ പഹുഞ്ച എപ്പോഴാണോ ഞാൻ സ്റ്റേഷനിൽ പഹുഞ്ചെന്ന് പറഞ്ഞാൽ എത്തുക കേട്ടോ, പഹുഞ്ച എപ്പോഴാണോ ഞാൻ സ്റ്റേഷനിൽ എത്തിയത്, തബ് തക് അപ്പോഴേക്കും എന്തായി, ട്രെയിൻ ചലി ഗയി थी ട്രെയിൻ പോയിരുന്നു. മനസ്സിലായോ? അതാണ് ജബ് തക് തബ് തക്കിന്റെ യൂസ് വരുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓഫീസിലൊക്കെ പോവാണ്, ഒരു അപ്പോയിൻമെന്റ് എടുത്ത് പോവാണ്, അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ പറയും, സാർ ഇപ്പം മീറ്റിങ്ങിലാണ്, മീറ്റിംഗ് കഴിയുന്നത് വരെ വെയിറ്റ് ഇരിക്കുക എന്ന് പറയണം. തബ് തക് അതുവരെ, തബ് തക് ബൈറ്റോ ബൈറ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഇരിക്കും. തബ് തക് ബൈറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഇരിക്കും. മനസ്സിലാവുന്നല്ലോ തബ് തക്കിന്റെ യൂസ്. ഇനി അതുപോലെ തന്നെ അബി തക് അങ്ങനെ ഒരു വാക്കിട്ടുണ്ട്. അബി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ, അബി തക് ഇപ്പോൾ വരെ. തക്ക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് അല്ലെ, വരെ എന്നുള്ള അർത്ഥത്തില്. അബി തക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരെ. അബി തക് നെയ് ആയ ബിജ്ലി അബി തക് നെയ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇപ്പൊ വരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഓ അബി തക് നെയ് ആയ അവൻ ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായോ? ഇനിയിപ്പോ പറയാണ് കബ് തക്. കബ് തക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വരെ. കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് അല്ലെ, അപ്പൊ തക്ക് എന്ന് പറയുമ്പോൾ വരെ. കബ് തക് എപ്പോൾ വരെ. ഇപ്പൊ ഈ സെയിം തന്നെ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ എന്താ പറയാ, സാർ ഇങ്ങനെ മീറ്റിങ്ങിലാണ്, മീറ്റിംഗ് കഴിയണ വരെ ഇരിക്കാൻ നമ്മൾ പറയും. നമ്മൾ എപ്പോ വരെ ഇരിക്കണം, കബ് തക് ബൈഠ്നാ ഹെ, കബ് തക് ബൈഠ്നാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വരെ ഇരിക്കണം. മനസ്സിലായോ? ശരി. ഇനി അടുത്ത സെന്റൻസ്, ജബ് തക് ആപ് നാ കഹേ തബ് തക് മേ നഹി ജാഊംഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജബ് തക് ആപ് നാ കഹേ എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വരെ നീ പറയില്ല, തബ് തക് മേ നഹി ജാഊംഗ അതുവരെ ഞാൻ പോകത്തില്ല. മനസ്സിലായോ? പല കാര്യങ്ങൾക്കായിട്ടും നീ പറയുമ്പോഴേ ഞാൻ പോകൂ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ജബ് തക് ആപ് നാ കഹേ എപ്പോൾ വരെ നീ പറയില്ല, തബ് തക് മേ നഹി ജാഊംഗ തബ് തക് മേ നഹി ആഊംഗ. മനസ്സിലായോ? അപ്പൊ ഇതാണ്. അതുപോലെ തന്നെ വേറെ സെന്റൻസ്, ജബ് തക് മേ യഹാ ഹൂം. ജബ് തക് എപ്പോൾ വരെ, മേ യഹാ ഹൂം ഞാൻ ഇവിടെ ഉണ്ട്, തബ് തക് അതുവരെ ആപ് കോയി ടെൻഷൻ നഹി ലേന. ആപ് കോയി ടെൻഷൻ നഹി ലേന എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മീൻസ് അതിന് കറക്റ്റ് ആയിട്ട് പറയുന്നത് ചിന്ത കർണേക്ക് ആവശ്യകത നഹി ഹെ. ചിന്ത കർണേക്ക് ആവശ്യകത നഹി ഹെ അതാണ് കോയി ടെൻഷൻ നഹി ലേന. അതിന്റെ പക്ക ഹിന്ദി കേട്ടോ. ശരി. ജബ് തക് മേ യഹാ ഹൂം തബ് തക് ആപ് ചിന്ത കർണേക്ക് ആവശ്യകത നഹി ഹെ. ഓക്കെ, ശരി. ഇതാണ് എന്താ പറയുന്നത്, ജബ് തക്, തബ് തക്, കബ് തക്, അബി തക് എന്നൊക്കെയുള്ള വാക്കുകളുടെ യൂസസ്. ഇനി ഇതുപോലെ തന്നെ വരുന്നതാണ് ജബ് സെ തബ് സെ. ഒരു സെന്റൻസ്, ജബ് സെ വോ ആയാ ഹെ തബ് സെ കോയി കാം നഹി കിയാ ഹെ. ജബ് സെ വോ ആയാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ അവൻ വന്നു, അപ്പോൾ മുതൽ, തബ് സെ അപ്പോൾ മുതൽ, കോയി കാം നഹി കിയാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്തിട്ടില്ല. ജബ് സെ വോ ആയാ ഹെ തബ് സെ കോയി കാം
नहीं किया है. ओके, इनी जब से आप आए हैं तब से काम अच्छा हो रहा है. जब से आप आए हैं എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വന്നത് മുതൽ, എപ്പോഴാണ് നീ വന്നത് മുതൽ, जब से आप आए हैं तब से അപ്പോൾ മുതൽ काम अच्छा हो रहा है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നന്നായി നടക്കുന്നുണ്ട്. മനസ്സിലായോ? जब से आप आए हैं तब से काम अच्छा हो रहा है. ठीक है, ശരി. ഇനി അതുപോലെ തന്നെ കബ്സെ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ മുതൽ. കബ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണല്ലോ അല്ലെ? ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, മക്കളോടൊക്കെ പറയില്ലേ കബ്സെ ബോൾ റഹാഹു, എപ്പോ മുതൽ പറയുക നിന്നോട് അല്ലെ? കബ്സെ ബോൾ റഹാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ മുതൽ പറയുക, അതാണ്. ഓക്കെ, ശരി. ഇനി അബീസെ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ മുതൽ. അബീസെ കാം ചാലു കർണ, ശുരു കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുതൽ ജോലി തുടങ്ങണം. മനസ്സിലായോ? അബീസെ കാം ശുരു കർണ ഹേ. അബീസെ ശുരു കരേങ്കെ, ഇപ്പോൾ മുതൽ തുടങ്ങാം, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജബ് തക്ക്, തബ് തക്ക്, ജബ് തബ് കുറെ പഠിച്ചല്ലോ. ജബ്സെ, തബ്സെ ചെറിയ ചെറിയ വാക്കുകളാണ്. അത് എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത്. വളരെ ചെറിയ ക്ലാസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ അറിയാത്തവരിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.